ഇന്നുണ്ടല്ലോ അറിഞ്ഞുകൊണ്ടുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങളിതേ മാളയിലുള്ള നമ്പർ 1 വെഡ്ഡിങ് കളക്ഷൻസിലേക്ക് വന്നേക്കാണ്. വേറൊന്നിനുമല്ല, 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് ഞാൻ തന്നെ ഇട്ട് നോക്കി മേടിക്കാം എന്നുള്ളൊരു ഇതിൽ വന്നതാണ്. പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഗ്രേസും അഞ്ജലി അമ്മയുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ സ്റ്റീവനും ഉണ്ട്, ചേച്ചിയും ചേട്ടനും ഉണ്ട്. അപ്പോൾ സന്നചാരൻ്റെ ഗിഫ്റ്റ് ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, മാളയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കും ഈ കടയിൽ കയറണമെന്ന്. പക്ഷെ അവസരം വന്നത് ഇപ്പോഴാണ്. അപ്പം അങ്ങനെ നോർമലി നമ്മൾ കടയിൽ കയറുമ്പോൾ ഇങ്ങനെ തപ്പിത്തെരഞ്ഞ് നടക്കുമല്ലോ, എന്താണ് നല്ലത്, എവിടെയാണ് നല്ലത്, പിന്നെ നമുക്ക് പുതിയത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കുറേ കളക്ഷൻസ് ഉണ്ട്, നല്ല അടിപൊളി കളേഴ്സുള്ള നല്ല ഡ്രസ്സുകളുണ്ട്. ഈ കഫ്താൻ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ ഇത് ഉറപ്പിച്ചു, ഇതെന്തായാലും മേടിക്കാമെന്ന്. പിന്നെ ഒരെണ്ണം കൂടി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ നെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ്. അതിൻ്റെ കളറും എൻ്റെ അടുത്ത് ഇല്ല, എന്തായാലും അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അടിപൊളി എന്ന് പറയുന്നതല്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തു. പിന്നെ ജസ്റ്റ് 1-2 ഡ്രസ്സുകളൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ്. പിന്നെ വേറൊരു ദിവസം വന്ന് ഇനി ഷോപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ ടോയ്സും, പിള്ളേരുടെ സെക്ഷനിലാണെങ്കിലും ടോയ്സ്, ചെരുപ്പ്, ബാഗ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സാരി ആ ഏരിയ, അങ്ങനത്തെ ഏരിയയിലേക്കൊന്നും പോയില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത വഴിയിൽ ഇങ്ങനെ കണ്ടതൊക്കെ ഏതാന്നൊക്കെ നോക്കിയായിരുന്നു. ഗിഫ്റ്റുകൾ അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ചെരുപ്പ് 199 ചെരുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക ചെരുപ്പിന് അത്രയും തോന്നുന്നു റേറ്റ്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ നല്ലൊരു ചെരുപ്പ് എടുത്തു. പിന്നെ സ്റ്റീവിന് ഇതേ ചേച്ചി ഒരു എയ്റോപ്ലെയിൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് സ്റ്റീവ്. അപ്പോൾ ഞങ്ങളിനി നെക്സ്റ്റ് ചേച്ചി വക ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി അടുത്ത കടയിൽ പോവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നിടത്തേക്ക് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇതേ ചേട്ടൻ പോയി ബേക്കറിയിൽ പോയി മിഠായിയും ഐസ്ക്രീമും അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഗ്രേസ് പറഞ്ഞായിരുന്നു എനിക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നോളൂ എന്ന്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചോറും കറിയും മുകളിലേക്ക് കൊണ്ടുപോവാണ്. ചേച്ചി അവിടെ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ കറിവേപ്പൊക്കെ കഴിഞ്ഞ് സനയാടൻ്റെ ചപ്പാത്തി ഒന്ന് ചൂടാക്കി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയും കറിയും ചേച്ചിയുടെ വക, ഞാൻ ചോറും കറിയും എൻ്റെ വക, അങ്ങനെയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.